നല്ല പടം ചേച്ചി. പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ അടിപൊളിയാണ്, കണ്ടിരിക്കേണ്ട പടം തന്നെ. ഇത്ര നന്നായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി എടുത്തിട്ട് ഇറങ്ങിപ്പോകും. അത്രയും സൂപ്പർ പടമാണ്. എല്ലാവരും പോയി കാണുക കേട്ടോ. അതെ അതെ അതെ, താങ്ക് യു. നല്ല നല്ല ബ്രില്യൻ മൂവി. തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുന്നത് മസ്റ്റ് വാച്ച്. താങ്ക് യു. പടം അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം ഇതിൻ്റെ ഓരോ സെക്ഷൻ വൈസ് നോക്കിയാലും നജീബിൻ്റെ കഥ, ആ കഥയെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ബെന്യാമിൻ സാറ്, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ബ്ലെസ്സി സാറ്, പിന്നെ ഇതിലെ മ്യൂസിക് കൊടുത്ത റഹ്മാൻ സാറ്, സിനിമാറ്റോഗ്രഫി, ആ ഒരു പാട്ട് സീൻ മാത്രം മതിയല്ലോ വെള്ളത്തിൽ കൂടെയല്ല. അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ, നമ്മൾ പറയില്ല ഇനി. നിങ്ങൾ ഓരോരുത്തരും കണ്ട് അനുഭവിച്ച് അറിയേണ്ട ഒരു വിസ്മയമാണ് ഈ ആടുജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നജീബിൻ്റെ ദ റിയൽ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നമ്മളെ ഇത്രയധികം ഇമോഷണലായിട്ട് എന്നാൽ വളരെ ഗംഭീരമായി നല്ല നല്ല എലമെൻസോടുകൂടി, നല്ല നല്ല പാട്ടുകളോടുകൂടി, സീൻസോടുകൂടിയൊക്കെ നമ്മുടെ മുന്നിൽ എത്തിച്ചതിന് ദ എൻറ്റയർ ടീം അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. അതുകൊണ്ട് ബ്ലെസ് സാറിനും ബെന്യാമിൻ സാറിനും അതിലുപരി രാജു, നമ്മുടെ എല്ലാം പൃഥ്വിരാജ് എടുത്ത എഫേർട്ട്, ഒരു അഭിനേതാവ് ഇത്രയൊക്കെ എഫേർട്ട് എടുക്കുമെന്നുള്ളത് നമ്മൾ അതിശയിച്ചു പോകും അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഹീറോ രാജുവിനും ബ്ലെസ്സി സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞത്. ഏട്ടൻ്റെ ഒരു ലൈഫിൻ്റെ വേറൊരു ടേണിംഗ് പോയിൻ്റാണ് ഇത്. ഓസ്കാർ നേടാൻ പണ്ട് മമ്മൂക്കയ്ക്ക് കൊടുത്ത ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാൻ ഏട്ടൻ്റെ അത്രയായിട്ട് ഞാൻ ഓസ്കാർ മേടിക്കും, ഓസ്കാർ. ആ ഓസ്കാർ മേടിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഈ മനുഷ്യനെ പോലെ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന മലയാളത്തിലെന്നല്ല തെന്നിന്ത്യയിൽ പോലും ഒരാളും ഉണ്ടാവില്ല. അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്, ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ റിയൽ ലൈഫ് നജീബിനെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു അതേപോലെയാണ് ഈ സിനിമ കാണുന്നത്. ഒരിക്കലും ഇത് സിനിമയാണെന്നോ ഇതൊരു പൃഥ്വിരാജ് സുകുമാരൻ്റെ പടമാണെന്നോ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. റിയൽ ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന ഓരോരുത്തരെയും കൊണ്ടുവരാൻ ബ്ലെസ്സി സാറിന് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ബെന്യാമിൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്പർ 1 ഡയറക്ടർമാരിൽ നമ്പർ 1 ആയിട്ട് ബ്ലെസ്സി സാർ വരട്ടെ, നമ്പർ 1 സൂപ്പർ ഹീറോ ആയിട്ട് നമ്മുടെ രാജുവേട്ടൻ വരട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓസ്കാറും എല്ലാം നേടി നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പഴയ കാലഘട്ടവും കാണിക്കാനും ആ ഒരു കാലഘട്ടത്തിൽ ഈ പൃഥ്വിരാജ് അനുഭവിച്ച ആ ഒരു കാര്യങ്ങളും എല്ലാം കൺവിൻസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലെസ്സിയുടെ ഡയറക്ഷൻ സിനിമാറ്റോഗ്രഫിയാണ് പിന്നെയും എടുത്തു പറയേണ്ടത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അത് സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഈ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടത്. ആ സിനിമയിൽ ആ ഒരു ഷോട്ടൊക്കെ തന്നെ ഉണ്ട്, ഒരു ഷട്ടൊക്കെ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് പുള്ളി എടുത്ത എഫേർട്ട് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു എഫേർട്ട് എടുത്തതിനുള്ള ഒരു ഫലം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്തായാലും ഭയങ്കര ഗംഭീര വിജയമുണ്ട് സിനിമ തന്നെയാണ്, എല്ലാവരും പോയി കാണും. പിന്നെ സിനിമയെക്കുറിച്ച് പറയേണ്ടത് ഞങ്ങളല്ല, കാരണം ഞങ്ങളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പം മീൻസ് ഞങ്ങളിത് കണ്ടും അനുഭവിച്ചതുമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ജനങ്ങളാണ്. കാരണം ഇത് എൻ്റെ അപ്പത്തിൻ്റെ നിങ്ങളുടെ കയ്യിലാണ് ഈ പടം ഇരിക്കുന്നത്. അത് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരും, പൃഥ്വിരാജ് ബാക്കി ആക്ടേഴ്സിൻ്റെ പേര് എനിക്കറിയില്ല, അവരെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജിൽ ഒരു ഷർട്ടിലെ സീനൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ ലൈക്ക് VFX ആണോ എന്ന് തോന്നിപ്പോയി. ബട്ട് VFX അല്ലായിരുന്നു. ലൈക്ക് പുള്ളി അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ഹാറ്റ്സ് ഓഫ് ടു. ആൻഡ് എല്ലാവരും ബ്ലെസ്സിയുടെ 2-3 ട്രാൻസ്ലേഷൻ ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ആൻഡ് ഇതൊരു പൃഥ്വിരാജിനെ എനിക്ക് ആക്ച്വലി നോട്ട് ആസ് എ സ്റ്റാർ, നോട്ട് ആസ് എൻ ആക്ടർ ഇതിനകത്ത് കാണാൻ പറ്റിയില്ല. ഈവൻ ആസ് എൻ ആക്ടർ പോലും കാണാൻ പറ്റില്ല. എനിക്ക് പക്ക ഒരു നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് നജീബ് എന്ന് പറഞ്ഞ ഒരു റിയൽ ലൈഫ് ആളുടെ എക്സ്പീരിയൻസ് ആണെന്ന് കേൾക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അതിലും ഒരു ഹൊറർ ഫീലാണ്. സോ ഹാറ്റ്സ് ഓഫ് ദ എൻ്റയർ ടീം ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് മലയാള സിനിമ, ലൈക്ക് ഇന്ത്യൻ സിനിമ, ട്രൂലി എപ്പിക് സ്റ്റഫ്.